എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിനോദ് രാജ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ എന്നുള്ള ന്യൂസ് ഇപ്പോൾ എല്ലാവരും തന്നെ ഓൾറെഡി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. അത് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, ഗ്രീഷ്മനെ അനുകൂലിച്ച് പറയുന്നവർ ഒരുപാട് പേരുണ്ട്. ഗ്രീഷ്മ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല പഠിക്കുന്ന റാങ്ക് ഹോൾഡറാണ്, അങ്ങനെ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇനി ഇതിന് അപ്പീലിന് പോയിട്ട് ഈ തൂക്കുകയർ മാറ്റാൻ പറ്റുമെന്ന് കോൺഫിഡൻസോടെ പറയുന്ന ഓരോ വിഷ്വൽസും വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ എന്താ വെച്ചാൽ ശിക്ഷയിലോ പേടിയില്ല, എന്ത് ചെയ്താലും നമുക്ക് ഊരി പോരാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ എല്ലാവർക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രീഷ്മയുടെ ഷാരോണിൻ്റെ കേസൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള കേസുകളാണ് ഒരുപാട് പേർക്ക്. അതിന് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രീഷ്മയും ഷാരോണും ഒരേ സ്ഥലത്ത് തമിഴ്നാടുള്ള ഒരു ബോർഡർ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് കോളേജിലാണ് അവർ സ്ഥിരമായിട്ട് കാണുകയും പരിചയപ്പെടുകയും തുടർന്ന് അവർ ലവ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ തന്നെ ഗ്രീഷ്മയുടെ നിർബന്ധപ്രകാരം രജിസ്റ്റർ മാരേജ് ചെയ്ത് താലി കെട്ടിയിട്ടുള്ള ഫോട്ടോസൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു, അതായത് ഫോഴ്സ് ചെയ്തിട്ട്. അതിനുശേഷം ഗ്രീഷ്മയ്ക്ക് വേറൊരു സോൾജറുമായിട്ട് അല്ലെങ്കിൽ ഒരു ആർമി മാനുമായിട്ട് ഒരു എൻഗേജ്മെൻറ്റ് ഫിക്സ് ആവുകയും ആ എൻഗേജ്മെൻറ്റ് ഫിക്സ് ആവുന്നതിന് മുമ്പ് ഷാരോണിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് തവണ ഷാരോണിൻ്റെ അടുത്ത് പറയുമ്പോൾ ഷാരോൺ അത് കേൾക്കാതെ എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു ആൺകുട്ടിയും. അപ്പോൾ പക്ഷേ ഗ്രീഷ്മയും ഗ്രീഷ്മയുടെ അമ്മയും ഗ്രീഷ്മയുടെ അമ്മയുടെ ആങ്ങളി, അതായത് മാമൻ, ഇവർ മൂന്നുപേരും കൂടിയിട്ട് ഷാരോണിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തുന്നുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ. അപ്പോൾ ഗ്രീഷ്മയുടെ അന്നത്തെ ഇൻ്റർനെറ്റ് സെർച്ചൊക്കെ ഹിസ്റ്ററിയൊക്കെ നോക്കുന്ന സമയത്ത് പാരസെറ്റമോളും ഡോളൊക്കെ ഓവർ ഡോസ് ആവുകയാണെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ, എങ്ങനെ സൈലൻ്റായിട്ട് കില്ല് ചെയ്യാം, എങ്ങനെ പ്രൂവ്, അതായത് തെളിവുകളില്ലാതെ എവിഡൻസ് ഇല്ലാതെ എങ്ങനെ കൊലപ്പെടുത്താം എന്നുള്ളതൊക്കെ ഒരുപാട് നെറ്റിൽ സെർച്ച് ചെയ്തുകൊണ്ട് കൂടെ നിന്ന് ചിരിച്ച് കഴുത്തറക്കുന്ന പോലെ തന്നെ ഓരോ തവണയും ആദ്യം അവർ വെള്ളത്തിൽ കലക്കി കൊടുക്കുന്നുണ്ടായിരുന്നു, അതിൽ അവനെ ഒന്നും സംഭവിച്ചില്ല. രണ്ടാമത്തെ പ്രാവശ്യം ജ്യൂസിൽ കലക്കി കൊടുക്കുന്നുണ്ടായിരുന്നു, അതിലും പുള്ളിക്കാരന് ഒന്നും വലിയ രീതിക്ക് അവന് ഇമ്മ്യൂണിറ്റി പവർ കൂടിയതുകൊണ്ടോ അവന് നല്ല സമയമായതുകൊണ്ടോ അവനതിലൊന്നും പറ്റിയില്ല. പക്ഷേ അപ്പോഴും അവന് ഡൗട്ട് അവളുടെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ വീണ്ടും അവൾ പറയുന്നത് വിശ്വസിച്ച് അവളുടെ ബാക്കിൽ അവൻ പോയതുകൊണ്ട് അവൻ ലാസ്റ്റായിട്ടും ഇതേമാതിരി എങ്ങനെ ഒഴിവാക്കണം എന്നറിയാതെ കൊല്ലപ്പെടുത്തുക. അതായത് ഗ്രീഷ്മ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി എന്നിട്ട് അവൻ പോയില്ല, പിന്നെ കൊല്ലാതെ എന്താ ചെയ്യുക എന്നുള്ള രീതിക്കുള്ള കമൻറ്റുകളും തെളിവെടുപ്പൊക്കെ പോകുന്ന സമയത്തും ഗ്രീഷ്മയുടെ ഭാഗത്തുനിന്ന് ഒരു കുറ്റബോധമോ മനസ്സിൽ സങ്കടമോ കരച്ചിലോ ഒന്നും തന്നില്ല. ഭയങ്കര ബോൾഡായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യും. അപ്പോൾ അതൊന്നും അവൾക്കൊരു വിഷയമല്ലാത്ത മാതിരി അവസാനത്തെ അറ്റംപ്റ്റ് നടത്തുന്ന സ്വന്തം വീട്ടിലേക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറഞ്ഞ് പറ്റിച്ച് വിളിച്ച് വരുത്തിക്കൊണ്ട് അവന് കഷായം പോലുള്ളൊരു ലായനിയിൽ ഇതേമാതിരി സം ലിക്വിഡ്സും എന്തൊക്കെയോ ചേർത്ത് കൊടുത്ത് പെസ്റ്റിസൈഡ്സ്, അതായത് ഈ അഗ്രികൾച്ചറിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കീടനാശിനി ഉപയോഗിച്ചുകൊണ്ട് പുള്ളിക്ക് കഷായം കൊടുത്ത് ഇവളുടെ വിശ്വാസമുള്ളത് കൊണ്ട് അവൻ അതൊന്നും കേട്ട് അവന് കുടിക്കുകയും അതിനുശേഷം അപ്പം തന്നെ അവൻ ഒരുമാതിരി ഇറിറ്റേറ്റ് അവൻ്റെ ശരീരത്തിൽ റിയാക്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് പുറത്ത് വരുന്ന സമയത്ത് അവൻ പച്ച കളറുള്ളൊരു ലൈനി പോലെ വൊമിറ്റ് ചെയ്യുന്നത് എല്ലാം അവൻ്റെ ഫ്രണ്ട് റെജിൻ പറഞ്ഞൊരു ഫ്രണ്ട് കണ്ടതുകൊണ്ടൊക്കെയാണ് ഗ്രീഷ്മ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇപ്പോൾ അകത്തായെന്ന് വേണമെങ്കിൽ പറയും. ഗ്രീഷ്മ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല അവൻ്റെ സുഹൃത്ത് പുറത്ത് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കൽ പുറത്തുണ്ട് എന്നുള്ളത് അറിയാത്തത് കൊണ്ടായിരിക്കാം മേ ബി ഗ്രീഷ്മ പെട്ടെന്നില്ലെങ്കിൽ ഗ്രീഷ്മയെ എങ്ങനെ കണ്ടുപിടിക്കാൻ തന്നെ വരും. കാരണം ഷാരോൺ അവസാന ദിവസം വരെയും ഗ്രീഷ്മയുടെ പേര് പറയുക, ഗ്രീഷ്മ ഇങ്ങനൊരു സാധനം തന്നു എന്ന് പറയുക ഇതുവരെ ചെയ്തിട്ടില്ല. അവസാനം മരിക്കും എന്നുള്ളൊരു സാഹചര്യം വരുന്ന സമയത്ത് മാത്രമാണ് അവൾ എന്നെ ചതിച്ചു എന്നുള്ള രീതിക്ക് ഗ്രീഷ്മനെ ഷാരോൺ പറഞ്ഞതായിട്ട് ലാസ്റ്റത്തെ മരണമൊഴിയിലാണ് പറഞ്ഞത്. അതിനെ തുടർന്ന് സെർച്ച് ചെയ്ത് ഇവരൊക്കെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് എൻക്വയറിക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഗ്രീഷ്മ അവിടുത്തെ ബാത്റൂമിൽ പോയിട്ട് ലൈസോൾ കുടിച്ച് മരിക്കാൻ ശ്രമിക്കും. 2-3 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്. എൻക്വയറി മാത്രം, അന്ന് അറസ്റ്റ് ഉണ്ടായിരുന്നില്ല. എൻക്വയറിക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ അറ്റംപ്റ്റ് ചെയ്യും. അവൾ മരിക്കുമെന്ന് ഒരു ഉറപ്പ് അവൾക്ക് തോന്നിയപ്പോൾ അവൾ കുറ്റസമ്മതം ഏറ്റു പറയുകയും അങ്ങനെയാണ് ആ കേസിൽ വഴിത്തിരിവൊക്കെ ഉണ്ടായത്. അതിനെ തുടർന്ന് 2022 ഒക്ടോബർ തൊട്ടിട്ട് ഈ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 39 പേർക്കാണ് ഓൾമോസ്റ്റ് ഈ തൂക്കുകയർ എന്ന് പറഞ്ഞ വിധി ഇന്ത്യയിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ സ്ത്രീകൾക്കാണ് 23 സ്ത്രീകൾക്ക് എന്താണ് മൊത്തം തൂക്കുകയർ ഇതുവരെ പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള തൂക്കുകയർ ശിക്ഷ വിധിച്ചിട്ടുള്ള ഒരു ലേഡിയും കൂടിയാണ് ഇപ്പോൾ ഈ ഗ്രീഷ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീഷ്മയുടെ തൂക്കുകയർ കൊടുക്കാൻ കോടതി കണ്ടിട്ടുള്ള ഫൈൻഡിങ്സ് എന്തെന്ന് വെച്ച് പറഞ്ഞാൽ ഇത് പെട്ടെന്നുണ്ടായിട്ടുള്ളൊരു തീരുമാനമല്ല, ഒന്നിൽ കൂടുതൽ തവണ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ട് കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് വളരെ ക്രിമിനൽ മൈൻഡോടെ പ്രവർത്തിച്ചതാണ് എന്നുകൊണ്ട് ഗ്രീഷ്മയുടെ മേലൊരു ഫൈൻഡിങ്. രണ്ടാമത്തെ ഫൈൻഡിങ് അമ്മയും മാമനും ഇതിന് കൂട്ട് നിൽക്കണു എന്നുള്ളതൊരു ഫൈൻഡിങ് ഇതിൽ കൂടിയുണ്ട്. പിന്നെ മൂന്നാമത് പറയുന്നത് ഇത് അവസാനം വിളിച്ച് വരുത്തത്, ശാരീരികമായിട്ട് കൂടെ ഇരിക്കാം എന്ന് പറഞ്ഞ് പറ്റിച്ച് വിളിച്ച് വരുത്തിയത്. ഇങ്ങനെ എല്ലാ ഫൈൻഡിങ്സും കൂടി വരുന്ന സമയത്ത് ഇവൾക്കൊരു ഗിൽറ്റി ഫീലിംഗ് ഒന്നും ഇല്ലാതും തെളിവെടുപ്പിന് പോകുമ്പോൾ തെളിവെടുപ്പും കൂടെ പോയിട്ടുള്ള ഓഫീസേഴ്സ് വരെ പറഞ്ഞാൽ അവൾക്ക് ഒരു കുറ്റബോധവും ഇല്ല, അവൾക്കൊരു സങ്കടവും ഇല്ല. അവൾ അന്നത്തെ ചിരിച്ച് നിൽക്കുന്ന പോലെ വിധി കേട്ട് ഇറങ്ങി വരുമ്പോഴും ഗ്രീഷ്മ ചിരിച്ചുകൊണ്ട് തന്നെ ഇറങ്ങി വന്നുള്ളത് നമുക്ക് അത്ഭുതപ്പെടും. അപ്പോൾ അവർക്കൊന്നും ഒരു വിഷയമായിട്ട് തോന്നുന്നത്. എന്താ പറഞ്ഞാൽ
പറഞ്ഞാൽ അവൾക്ക് 22 വയസ്സാണെങ്കിൽ ചിലപ്പോൾ 14 കൊല്ലം ജീവപര്യന്തം കഴിഞ്ഞ് വന്നാൽ 36 വയസ്സ് 38ാമത്തെ വയസ്സിൽ വന്നിട്ട് ഞാൻ എൻ്റെ ജീവിതം തുടങ്ങിക്കോളാം എന്നൊക്കെ കോൺഫിഡൻസ് ആയിട്ട് മീഡിയ ചാനലിൻ്റെ അടുത്തൊക്കെ അവർ പറയുക, റിപ്പോർട്ട് ഓഫീസർ. അപ്പോൾ എവിടേക്കാണ് ഈ ലോകം പോകുന്നത് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ പല സ്റ്റേറ്റുകളിലും പല സ്ഥലങ്ങളിലും നമുക്ക് തന്നെ മുമ്പ് എറണാകുളത്ത് കാമുകിയെ വെടിവെച്ച് കൊല്ലുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു. അതായത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് തന്നെ അറിയില്ല. ഇത് ജീവൻ അത്രയും ചീപ്പായിട്ടാണ് പലവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ ശിക്ഷിച്ചാലും ഇതൊരു വലിയ രീതിക്ക് ശിക്ഷ ഇനിയിപ്പോൾ തൂക്കുകയർ കിട്ടിയാലും ഗ്രീഷ്മ പറഞ്ഞതൊക്കെ സുഖമായിട്ട് ഊരി പോരാൻ പറ്റും എന്നുള്ള രീതിക്കുള്ള കോൺഫിഡൻസിൽ വർത്തമാനമൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു ബലം, എന്താണ് ഇവരുടെ ധൈര്യം കൊടുക്കുന്നത്? നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിലുള്ള ലൂപ്പ് ഹോളുകളാണോ, ഇല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ അത്ര കഠിനമായിട്ടുള്ളൊരു ശിക്ഷാ രീതികൾ ഇല്ലാത്തത് കൊണ്ടാണോ എന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പോൾ ജയിലിലൊക്കെ വളരെ സുഖവാസത്തോടെയാണ് എല്ലാവരും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജയിലിലൊക്കെ ശരിക്കും പോയവരൊക്കെ നന്നായിട്ട് തിരിച്ചു വന്നു. സ്വഭാവം കൊണ്ടല്ല, ശാരീരികമായിട്ടൊക്കെ നന്നായിട്ട്. എന്നാൽ അവിടെ ഒരു ജോലിയും ചെയ്യേണ്ടതായിട്ടില്ല. സമയമാവുന്ന സമയത്ത് നല്ല ഫുഡ് കൊടുക്കുന്നു, നോൺ വെജും വെജും പല വെറൈറ്റീസ് ഫുഡ് കൊടുക്കുന്നു, ഡോക്ടേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യുന്നു, അതിനുള്ള മെഡിസിൻസ് കൊടുക്കുന്നു, അവർക്കുള്ള എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ ഇരുന്ന് അവിടെ കൊടുക്കുന്ന സമയത്ത് ഇതെങ്ങനെയാണ് ശിക്ഷയായിട്ട് മാറും. ജയിലെന്ന് പറയുന്ന സമയത്ത് അവർക്ക് പോകാൻ തന്നെ പേടിക്കുന്ന രീതിക്കുള്ളൊരു സിസ്റ്റമാക്കി മാറ്റണം. അവർക്ക് അത്രയും കഷ്ടപ്പാടുകൾ കൊടുക്കുക. നമ്മൾ അവരെ പട്ടിണി കിടന്ന് ഈ ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശ ആൾക്കാരൊക്കെ പറയുന്ന പോലെ അവർ മനുഷ്യരല്ലേ, അവർ മനുഷ്യരൊക്കെ തന്നെയാണ്. പക്ഷേ അവരൊരു തെറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ തെറ്റിന് ഒരു പണിഷ്മെൻറ്റ് അവർ ഏറ്റെടുത്തേ പറ്റും. അപ്പോൾ ജയിലിൽ അതേപോലെ ശിക്ഷാവിധികളും അവർക്ക് അതിനുള്ള പണിഷ്മെൻറ്റുകളും ഭക്ഷണത്തിലുള്ള രീതികളും മുമ്പൊക്കെ കൊടുക്കുന്ന പോലത്തെ ഗോതമ്പുണ്ട പോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്താൽ മാത്രം അവിടെ പോകാൻ പിന്നെ ഒരിക്കലും അവിടെ പോകാൻ ശ്രമിക്കാത്ത രീതി. ഇപ്പോൾ ജയിലിൽ നിന്ന് വന്നവർ വീണ്ടും പോകുന്ന ഒരു സെൻസിറ്റീവൊക്കെയാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ സർവേ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താ പറഞ്ഞാൽ അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. അവിടെ ഫുൾ സെക്യൂരിറ്റി അവിടെ ഫുള്ള് കയറിക്കണം. നമുക്ക് അവിടെ സൗകര്യങ്ങൾ ഉണ്ടാവില്ല, കിടക്കി ഉണ്ടാവില്ല, AC ഉണ്ടാവില്ല, ഫാൻ ഉണ്ടാവില്ല എന്നൊക്കെ ഉള്ളൂ. ഫാനൊക്കെ ഉണ്ടെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഭക്ഷണമൊക്കെ അത്ര രീതിയിൽ കൊടുക്കുമ്പോൾ ജയിലിലൊന്നും ഒരു ശിക്ഷാ രീതിയായിട്ട് തന്നെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ പിന്നെ ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന് കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് അവർക്കൊന്നും ആരും നാട്ടുകാരും അത് മൈൻഡ് ചെയ്യുന്നില്ല. എന്നാൽ നാട്ടുകാർ അവരവരുടെ കാര്യം നോക്കി പോകണം. പണ്ടത്തെ പോലുള്ളൊരു അടുത്ത വീട്ടിലെന്ത് നടക്കണമെന്ന് തന്നെ അറിയാത്തൊരു സൊസൈറ്റിയിലായതുകൊണ്ട് ആർക്കും തന്നെ ഒരു പ്രശ്നം തന്നെ ഇല്ല. മീഡിയയിൽ വരുന്ന ഒരു 5-6 ദിവസത്തെ ന്യൂസ് കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നം. ഇപ്പോൾ ഗ്രീഷ്മയുടെ ന്യൂസ് തൂക്കുകയർ വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഗ്രീഷ്മയെക്കുറിച്ച് 1-2 ദിവസം കൂടി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യായിരിക്കും. അത് കഴിഞ്ഞാൽ ഒരാളും തന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യില്ല. അവരെന്ത് ചെയ്തു, എങ്ങനെ വന്നു, ഒന്നും തന്നെ ഉണ്ടാവില്ല. പോയവർക്ക് നഷ്ടം, ഷാരോണിൻ്റെ ഫാമിലിക്ക് നഷ്ടം എന്നല്ലാതെ വേറെ ഒന്നും പറയില്ല. അപ്പോൾ നമ്മളുടെ തൊട്ടടുത്തുള്ള ഇതേപോലെ ആരെങ്കിലും ക്രിമിനൽ മൈൻഡായിട്ടൊക്കെ തിങ്ക് ചെയ്യുക, ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന കൂട്ടുകാർ കാണുകയൊക്കെ ആണെങ്കിൽ അത് നിങ്ങൾ തൊട്ടടുത്തുള്ള ഒരു പാരൻസിന് പോലീസ് സ്റ്റേഷനിലൊക്കെ നിങ്ങൾ പോയി അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ചിലപ്പോൾ കട്ടായിരിക്കും. അതുകൊണ്ട് ഒരാളുടെ ജീവൻ നിങ്ങൾക്ക് രക്ഷിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് വേണ്ടാന്ന് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ വാൺ ചെയ്യുക, കംപ്ലയിൻറ്റ് ചെയ്യുക എന്നൊക്കെ മാത്രം പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം.